ഹലോ ഗൈസ്. സോ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ACCA AA പേപ്പറിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ്. ഓക്കെ, സോ FRൽ പഠിച്ച എല്ലാ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സും എന്ത് ചെയ്യാറില്ല, ഓഡിറ്റിനകത്ത് ടെസ്റ്റ് ചെയ്യാറില്ല. ചില സ്റ്റാൻഡേർഡ്സ് മാത്രമേ ടെസ്റ്റ് ചെയ്യാറുള്ളൂ. നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ IA16 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡാണ്. IA16 പ്രോപ്പർട്ടി പ്ലാൻ ആൻഡ് എക്യുപ്മെൻറ്റ്. അപ്പോൾ ഇതിൽ ഇനീഷ്യൽ മെഷർമെൻറ്റ് നോക്കാം. എങ്ങനെ ഇനീഷ്യൽ മെഷർമെൻറ്റ് ഈസ് അറ്റ് കോസ്റ്റ്. എന്നിട്ട് എന്ത് ചെയ്യണം, ഈ കോസ്റ്റ് എന്ത് ചെയ്യണം, SOFPയിൽ ക്യാപിറ്റലൈസ് ചെയ്യണം അല്ലേ. അപ്പോൾ ഈ കോസ്റ്റിനകത്ത് നമുക്ക് എന്തൊക്കെ കോസ്റ്റ് എടുക്കാൻ പറ്റും? എല്ലാ കോസ്റ്റും എടുക്കാൻ പറ്റുമോ? ഇല്ല. നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ക്യാപിറ്റൽ കോസ്റ്റ് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. എന്താണ് ക്യാപിറ്റൽ കോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? സോ ക്യാപിറ്റൽ കോസ്റ്റ് മനസ്സിലാക്കുക. ഫസ്റ്റ് വൺ ഈസ് പർച്ചേസ് പ്രൈസ്. ഈ പർച്ചേസ് പ്രൈസിൽ എന്ത് എടുക്കാൻ പാടില്ല? ട്രേഡ് ഡിസ്കൗണ്ടും അതുപോലെ ഡിസ്കൗണ്ട്സുകൾ ഉണ്ടെങ്കിൽ അത് എടുക്കാൻ പാടില്ല. അതുപോലെ റിബേറ്റ്സ് എന്ന് വെച്ചാൽ എന്താ, നമുക്ക് റീഫണ്ട് ആയിട്ട് കിട്ടുന്ന ടാക്സിനെയാണ് എന്ത് പറയുക, റിബേറ്റ്സ്. ദാറ്റ് മീൻസ് ഗവൺമെൻറ്റിൻ്റെ അടുത്ത് നമുക്ക് എന്ത് ചെയ്യും, നമ്മൾ പേ ചെയ്ത ടാക്സ് റീഫണ്ട് ആയിട്ട് കിട്ടും. അപ്പോൾ റീഫണ്ട് ആയിട്ട് നമുക്ക് എന്തെങ്കിലും ടാക്സ് കിട്ടുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് അത് കമ്പനിയുടെ കോസ്റ്റ് ആണോ? അല്ല, ബിക്കോസ് അത് റീഫണ്ട് ആയിട്ട് കിട്ടുന്നതാണല്ലോ. നമ്മളിപ്പോൾ പേ ചെയ്താലും നമുക്ക് എന്ത് ചെയ്യും, ഫ്യൂച്ചറിൽ അത് റീഫണ്ട് ആയിട്ട് കിട്ടും. അത് കമ്പനിയുടെ കോസ്റ്റ് അല്ല. അപ്പോൾ അത് എന്ത് ചെയ്യാൻ പാടില്ല, ക്യാപിറ്റലൈസ് ചെയ്യാൻ പാടില്ല. രണ്ടാമത്തത് എനി ഡയറക്ട്ലി അട്രിബ്യൂട്ടബിൾ കോസ്റ്റ്. ബേസിക്കലി നമ്മളൊരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാണ്. ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി വരുന്ന വേജസ് ആൻഡ് സാലറി, മെറ്റീരിയൽ കോസ്റ്റ്, അതുപോലെ സൈറ്റ് പ്രിപ്പറേഷൻ കോസ്റ്റ്. ഇപ്പോൾ നമ്മളൊരു AC ഫിറ്റ് ചെയ്യാണ്. AC ഫിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ആ ചുമര് തുളയ്ക്കണം അല്ലേ. ചുമര് ഡ്രില്ല് ചെയ്തിട്ട് നമ്മൾ വയറിംഗ് എല്ലാം ചെയ്തിട്ട് എന്ത് ചെയ്യണം, അത് സിമെൻ്റ് ഇട്ടിട്ട് എന്ത് ചെയ്യണം, അത് ക്ലിയർ ചെയ്യണം. ഇതാണ് സൈറ്റ് പ്രിപ്പറേഷൻ കോസ്റ്റ്. ഇതെന്ത് ചെയ്യാം, ഇതൊരു ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റുന്ന കോസ്റ്റാണ്. പിന്നെ ഇനീഷ്യൽ ഡെലിവറി, ഹാൻഡ്ലിംഗ് കോസ്റ്റ്, ഇൻസ്റ്റലേഷൻ കോസ്റ്റ്, പ്രൊഫഷണൽ ഫീസ്, ബോറോയിങ് കോസ്റ്റ്, ടെസ്റ്റിംഗ് കോസ്റ്റ്, ഇതൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് ക്യാപിറ്റലൈസ് ചെയ്യാം. ഓക്കെ, ദെൻ ഡിസ്മാൻഡ്ലിംഗ് കോസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇങ്ങനെ 3 കോസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കോസ്റ്റിനകത്ത് ക്യാപിറ്റലൈസ് ചെയ്യാം. എനി കോസ്റ്റ് അതർ ദാൻ ദിസ് എല്ലാം എന്താണ്, റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. എന്ത് ചെയ്യണം, SOPയിൽ എക്സ്പെൻസ് ചെയ്യാണ് വേണ്ടത്. ഇപ്പോൾ മെയിൻ്റനൻസ്, റിപ്പയർ, ജനറൽ കോസ്റ്റ്, വേസ്റ്റേജ്, പിന്നെ എംപ്ലോയി ട്രെയിനിങ് കോസ്റ്റ്, ഇതെല്ലാം എന്താണ്, റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. ഓക്കെ, ദെൻ സബ്സിക്വൻറ്റ് മെഷർമെൻറ്റ് മനസ്സിലാക്കുക. നമ്മുടെ സബ്സിക്വൻറ്റ് എക്സ്പെൻഡിച്ചർ ആണ്. എന്ന് വെച്ചാൽ നിങ്ങൾ ഈ ജാനുവരിയിൽ ഒരു അസറ്റ് മേടിച്ചിട്ടുണ്ട്, എന്നിട്ട് ഒരു 1 ഇയർ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാണ്, ആ അസറ്റിൻ്റെ മുകളിൽ വീണ്ടും കോസ്റ്റ് ഇൻകർ ചെയ്യുകയാണ്. ചിലപ്പോൾ റിപ്പയർ ചെയ്യാനായിരിക്കാം, ചിലപ്പോൾ മെയിൻ്റെനൻസ് ചെയ്യാനായിരിക്കാം, ചിലപ്പോൾ എന്തെങ്കിലും അതിൻ്റെ ഒരു പാർട്ട് നിങ്ങൾ റീപ്ലേസ് ചെയ്യുകയാണ്. അപ്പോൾ മനസ്സിലാക്കുക, അപ്പോൾ അങ്ങനത്തെ കോസ്റ്റാണ് സബ്സിക്വൻറ്റ് എക്സ്പെൻഡിച്ചർ എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ സബ്സിക്വൻറ്റ് എക്സ്പെൻഡിച്ചർ കാരണം നമ്മുടെ എക്കണോമിക് ബെനിഫിറ്റ് എൻഹാൻസ് ചെയ്യുകയാണെങ്കിൽ, ചെയ്യാന്ന് വെച്ചാൽ എന്താ, യൂസ്ഫുൾ ലൈഫ് ഇൻക്രീസ് ചെയ്യുക, പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുക, അല്ലെങ്കിൽ അതുകൊണ്ട് കോസ്റ്റ് സേവിങ്സ് ഉണ്ടാവുക, അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ മെഷീനറി ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടൈം സേവിങ്സ് ഉണ്ടാവുക, അല്ലെങ്കിൽ കൂടുതലും യൂണിറ്റ്സ് മാനുഫാക്ചർ ചെയ്യാൻ പറ്റണം. അപ്പോൾ ഈ കോസ്റ്റ് കാരണം നമുക്ക് എന്തുണ്ടാവണം, എക്കണോമിക് ബെനിഫിറ്റ്സ് ഉണ്ടാവണം. ഇതാണ് എക്കണോമിക് ബെനിഫിറ്റ്സിൻ്റെ എന്താ പറയുക, സിറ്റുവേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ എക്കണോമിക് ബെനിഫിറ്റ്സ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ കോസ്റ്റ് ക്യാപിറ്റലൈസ് ചെയ്യാം. അതേ സമയത്ത് എക്കണോമിക് ബെനിഫിറ്റ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളൂ എന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ റിപ്പയർ, മെയിൻ്റെനൻസ് ചെയ്ത് വെച്ചിട്ട് എന്ത് ചെയ്യുന്നുള്ളൂ, എക്കണോമിക് ബെനിഫിറ്റ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളൂ, എന്ത് ചെയ്യുന്നില്ല, ഇൻക്രീസ് ആവുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യണം, അത് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്, SOPയിൽ എക്സ്പെൻസ് ചെയ്യാം. ഓക്കെ, നൗ സബ്സിക്വൻറ്റ് മെഷർമെൻറ്റ്സ് നമ്മൾ ശ്രദ്ധിക്കുക. നമുക്ക് 2 മെത്തേഡ് ഉണ്ട്. ഈ സബ്സിക്വൻറ്റ് മെഷർമെൻറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ക്ലോസിംഗ് ബാലൻസ് കണ്ടുപിടിക്കാം. അപ്പോൾ PPയുടെ ക്ലോസിംഗ് ബാലൻസ് കാണാൻ 2 മെത്തേഡ്സ് ഉണ്ട്. കോസ്റ്റ് ഉണ്ട്, റിവാലുവേഷൻ മോഡൽ ഉണ്ട്. അപ്പോൾ കോസ്റ്റ് മോഡൽ നമ്മൾ എന്ത് ചെയ്യുക, കോസ്റ്റ് എന്നാണ് എന്ത് ചെയ്യുക, ഡിപ്രീസിയേഷൻ ഇമ്പാർമെൻറ്റ് മൈനസ് ചെയ്യുക. റിവാലുവേഷൻ മോഡലാണെങ്കിൽ റീവാല്യൂഡ് എമൗണ്ട് എന്നാണ് എന്ത് ചെയ്യുക, നമ്മുടെ ഡിപ്രീസിയേഷൻ ഒക്കെ മൈനസ് ചെയ്യാം. ഓക്കെ, ദെൻ റീവാലുവേഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ 2 റൂൾ ഉണ്ട്. ഫസ്റ്റ് റൂൾ എന്താ, നമ്മൾ റീവാലുവേഷൻ എമൗണ്ട് എന്തായിരിക്കണം, നമ്മുടെ ഫെയർ വാല്യൂ, നമ്മുടെ അസറ്റിൻ്റെ വാല്യൂമായിട്ട് എന്തായിരിക്കണം, ഏകദേശം ഈക്വൽ ആയിരിക്കണം. ഓക്കെ അല്ലേ. ദാറ്റ് മീൻസ് എന്ത് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യണം, റെഗുലറായിട്ട് അതിൻ്റെ ഫെയർ വാല്യൂ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം, റെഗുലറായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അതിൻ്റെ ഫെയർ വാല്യൂ കണ്ടുപിടിക്കണം. അല്ലാതെ ഒരു വർഷം മാത്രം കണ്ടുപിടിച്ചാൽ പോലെ നമ്മൾ എന്ത് ചെയ്യണം, റെഗുലറായിട്ട് എന്ത് ചെയ്യണം, അതിൻ്റെ ഫെയർ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യണം, റീവാലുവേഷൻ ഗെയിൻ ഓർ ലോസ് റെക്കഗ്നൈസ് ചെയ്യണം. രണ്ടാമത്തെ എന്ത് ചെയ്യണം, നമ്മൾ ഒരു അസറ്റ് റീവാല്യൂ ചെയ്ത് കഴിഞ്ഞാൽ എൻറ്റയർ ക്ലാസ് ഓഫ് അസറ്റ്സ് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ സെയിം ക്ലാസ് ഓഫ് അസറ്റ്സ് എന്ത് ചെയ്യണം, നമ്മൾ റീവാല്യൂ ചെയ്യണം. ഇപ്പോൾ നമുക്ക് 5 ബിൽഡിംഗ് ഉണ്ട്, ഒരു ബിൽഡിംഗ് എന്ത് ചെയ്തു, നിങ്ങൾ റീവാല്യൂ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ആ കമ്പനിക്കുള്ള എല്ലാ ബിൽഡിങ്ങും എന്ത് ചെയ്യണം, നമ്മൾ റീവാലുവേഷൻ ചെയ്യണം.
അപ്പോൾ ഒരു ബിൽഡിംഗ് ഉണ്ട് നിങ്ങൾക്ക്, 5 ബിൽഡിംഗ് ഉണ്ട്, ഒരു ബിൽഡിംഗ് മാത്രം നമുക്ക് റിവാല്യൂ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഒരു ബിൽഡിംഗ് നിങ്ങൾ റിവാല്യൂ ചെയ്യുകയാണെങ്കിൽ ആ സിമിലർ ആയിട്ടുള്ള അസറ്റ്സ് എന്ന് വെച്ചാൽ എല്ലാ ബിൽഡിങ്ങും 5 ബിൽഡിംഗും എന്ത് ചെയ്യണം? നിങ്ങൾ റിവാലുവേഷൻ മോഡൽ യൂസ് ചെയ്യണം. ക്ലിയർ ആണല്ലോ? ആൻഡ് ഫൈനലി ഡിസ്പോസലാണ്. ഡിസ്പോസൽ മനസ്സിലാക്കുക. ഡിസ്പോസൽ സംഭവിച്ചു കഴിഞ്ഞാൽ 5 ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. ഒന്നാമത്തെ എന്താ? അസറ്റ്സിൻ്റെ വാല്യൂ എന്ത് ചെയ്യുക? കോസ്റ്റ് എന്ത് ചെയ്യുക? വാല്യൂസ് എന്ത് ചെയ്യുക? ക്യാരിങ് വാല്യൂ എന്ത് ചെയ്യുക? PP ലെഡ്ജറിന്ന് നമ്മൾ റിമൂവ് ചെയ്യുക. പിന്നെ എന്ത് ചെയ്യണം? അക്യുമുലേറ്റ് ഡിപ്രീസിയേഷൻ എന്ത് ചെയ്യണം? റിമൂവ് ചെയ്യണം. അതുപോലെ എന്ത് ചെയ്യണം? സെയിൽസ് പ്രൊസീഡ്സ് എന്ത് ചെയ്യണം? റെക്കോർഡ് ചെയ്യണം ക്യാഷ് ബുക്സിനകത്ത്. അത് ഉണ്ടെങ്കിൽ മാത്രം കേട്ടോ. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ റീപ്ലേസ്മെൻ്റ് ആണ് സംഭവിച്ചോ എന്ന് വിചാരിച്ചോ. നമ്മൾ അസെറ്റ് റീപ്ലേസ് ചെയ്യാണ്, പാർട്ട് ഡിസ്പോസൽ എന്ന് പറയും. നമ്മൾ അസെറ്റ് എക്സ്ചേഞ്ച് ചെയ്യാണ്, നമ്മൾ പഴയ അസെറ്റ് കൊടുത്തിട്ട് പുതിയ അസെറ്റ് മേടിക്കുകയാണ്. ആ സിറ്റുവേഷനിൽ എന്ത് ചെയ്യുന്നില്ല? നമുക്ക് ഡിസ്പോസൽ പ്രൊസീഡ്സ് കിട്ടുമോ? ഇല്ല. അതുപോലെ ക്രെഡിറ്റ് സെയിലാണെന്ന് വിചാരിച്ചോ, നമുക്ക് ഡിസ്പോസൽ പ്രൊസീഡ്സ് കിട്ടുമോ? ഇല്ല. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കാം കേട്ടോ. പിന്നെ റീവാലുവേഷൻ സർപ്ലസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അതെന്ത് ചെയ്യുക? റീറ്റെയിൻ ഏർണിങ്സിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. ദെൻ എന്ത് ചെയ്യുക? കാൽക്കുലേറ്റ് ഗെയിൻ ഓർ ലോസ് ഓൺ ഡിസ്പോസൽ. അത് എന്ത് ചെയ്യണം? SOPൽ റെക്കഗ്നൈസ് ചെയ്യണം. എങ്ങനെ ഗെയിൻ ഓർ ലോസ് ഓൺ ഡിസ്പോസൽ കണ്ടുപിടിക്കുക? നെറ്റ് പ്രൊസീഡ്സ് മൈനസ് ക്യാരിങ് എമൗണ്ട് ഓഫ് ദി അസറ്റ്സ് അറ്റ് ഡിസ്പോസൽ ഡേറ്റ്. ഓക്കെ അല്ലേ? പിന്നെ വേറൊരു കാര്യം കൂടി മനസ്സിലാക്കുക. ഒരു സിഗ്നിഫിക്കൻറ്റ് ഗെയിൻ ഓർ ലോസ് ഓൺ റീവാലുവേഷൻ ഉണ്ടെങ്കിൽ ഇവിടെ ഒരു മിസ്റ്റേറ്റ്മെൻറ്റ് വരാൻ സാധ്യതയുണ്ട്. അസ്യൂം ദാറ്റ് ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഗെയിൻ ഓർ ലോസ് ഓൺ റീവാലുവേഷൻ ഉണ്ട്. ഗെയിൻ ഓർ ലോസ് ഓൺ ഡിസ്പോസൽ ആട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ വരാൻ സാധ്യതയുള്ള മിസ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ആ കമ്പനിയുടെ യൂസ്ഫുൾ ലൈഫ് എന്ത് ചെയ്തിട്ടുണ്ടാവും? അസറ്റിൻ്റെ യൂസ്ഫുൾ ലൈഫ് എന്ത് ചെയ്തിട്ടുണ്ടാവും? ഇൻക്രീസ് ചെയ്തിട്ടുണ്ടാവും. യൂസ്ഫുൾ ലൈഫ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഡിപ്രീസിയേഷൻ പെർ ആനം എന്ത് ചെയ്യും? ഡിക്ലൈൻസ്. ഇത് ഡിക്ലൈൻ ചെയ്താൽ എന്ത് ചെയ്യും? പ്രോഫിറ്റ്സ് ആൻഡ് PP വിൽ ബി ഓവർ സ്റ്റേറ്റഡ്. അപ്പോൾ ഇതൊരു മാനുപ്പുലേഷൻ ആണ് കേട്ടോ, മനസ്സിലാക്കുക. ഇത് നമ്മൾ ഓഡിറ്റ് റിസ്കിൽ എഴുതി വെക്കാറുണ്ട്. ക്ലിയർ ആണല്ലോ? ഇതിൻ്റെ ഒരു ലോജിക്ക് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഒരു എക്സാമ്പിൾ ഇട്ട് കൊടുക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അസറ്റ് ഉണ്ട്, അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 100 ആണ്. ഓക്കെ, യൂസ്ഫുൾ ലൈഫ് ലെറ്റ്സ് സേ 10 years ആണെന്ന് വിചാരിച്ചോ. ഓക്കെ, ദെൻ രണ്ടാമത്തെ കേസിൽ യൂസ്ഫുൾ ലൈഫ് 5 years ആണെന്ന് വിചാരിച്ചോ. ഏത് കേസിലാണ് ഡിപ്രീസിയേഷൻ കൂടുതലുണ്ടാവുക? ഡിപ്രീസിയേഷൻ പെർ ആനം നോക്കടാ. ഇത് സിമ്പിൾ ആയിട്ടുള്ള കാര്യം, പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാവും. ഏത് ഡിപ്രീസിയേഷൻ കൂടുതലുണ്ടാവുക? സെക്കൻഡ് കേസിലല്ലേ? ഏത് ഡിപ്രീസിയേഷൻ ഉണ്ടാവുക? 50 per annum അല്ലേ? ഫസ്റ്റ് കേസിലോ എത്ര ആയിരിക്കും? 10 per annum. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞത് കമ്പനിയുടെ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ചെയ്യുന്ന ഒരു മാനിപ്പുലേഷൻ ആണ്. എന്ത്? യൂസ്ഫുൾ ലൈഫ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. യൂസ്ഫുൾ ലൈഫ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? ഡിപ്രീസിയേഷൻ കുറയൂലേ? ഡിപ്രീസിയേഷൻ കുറയും. ആൻഡ് എന്ത് ചെയ്യും? PP പ്രോഫിറ്റ്സ് വിൽ ബി ഓവർ സ്റ്റേറ്റഡ്. മനസ്സിലാവുന്നുണ്ടോ? PPയും പ്രോഫിറ്റ് എന്ത് ചെയ്യും? ഓവർ സ്റ്റേറ്റഡ് ആവും. ക്ലിയർ ആണോ? അതുകൊണ്ട് ഇവിടെ ഗെയിൻ ഓർ ലോസ് ഓൺ ഡിസ്പോസൽ, നമ്മൾ അസറ്റ് ഡിസ്പോസ് ചെയ്യാമെന്ന് വിചാരിച്ചോ. ഗെയിൻ ഓർ ലോസ് ഓൺ ഡിസ്പോസൽ എവിടെ കൂടുതൽ ഉണ്ടാവുക? ഇവിടെയാണ് ഹയർ ഉണ്ടാവുക. ഇവിടെ ലോവർ ആയിരിക്കും. കാരണം എന്താ? ഇവിടുത്തെ PP വാല്യൂ കൂടുതലല്ലേ? PPയുടെ ക്യാരിയിങ് വാല്യൂ കൂടുതലായിരിക്കും. PPയുടെ ക്യാരിയിങ് വാല്യൂ കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമുക്ക് ലോസ് ഓൺ ഡിസ്പോസലാണ് ഇവിടെ കൂടുതൽ ഉണ്ടാവുക. ഗെയിൻ ഓർ ലോസ് അല്ല, ലോസ് ഓൺ ഡിസ്പോസൽ കേട്ടോ. ക്ലിയർ ആണോ? ഇവിടെ ലോസ് ഓൺ ഡിസ്പോസൽ കൂടുതലുണ്ടാവും. ക്ലിയർ ആണോ? കാരണം ക്യാരിയിങ് വാല്യൂ കൂടുതലാണ്. എവിടെയാണ് ക്യാരിയിങ് വാല്യൂ കൂടുതലുള്ളത് അവിടെയാണ് എന്ത് ചെയ്യുക? ലോസ് കൂടുക. ലോസ് കൂടുന്ന എവിടെയായിരിക്കും? ഈ ഫസ്റ്റ് കേസിലാണ്. അപ്പോൾ യൂസ്ഫുൾ ലൈഫ് ഇൻക്രീസ് ചെയ്തു എന്ന് പറയുകയാണെങ്കിൽ എന്ത് ചെയ്യും? നമുക്ക് പറയാം എന്ത്? അത് ഡിപ്രീസിയേഷൻ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് PP ഓവർ സ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ വേറെ കേസ് പറയാം, യൂസ്ഫുൾ ലൈഫ് കൂട്ടിയിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ലോസ് ഓൺ ഡിസ്പോസൽ. ഇപ്പോൾ ലോസ് ഓൺ ഡിസ്പോസൽ വന്നു എന്ന് പറയുകയാണ്. ലോസ് ഓൺ ഡിസ്പോസൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ കണക്ട് ചെയ്യാം. എന്ത്? ഇത് യൂസ്ഫുൾ ലൈഫ് അത് കമ്പനി കൂട്ടിയിട്ടാണ് എന്ന് പറയാം. അതിനകത്ത് മിസ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെന്ന് പറയാം. ക്ലിയർ ആണല്ലോ? ഇനി ഇൻവെൻറ്ററി നോക്കാം.
അപ്പോൾ ഇൻവെൻട്രിയുടെ വാലുവേഷൻ റൂളാണ് എന്ത്? ഇൻവെൻട്രി ഷുഡ് ബി വാല്യൂഡ് അറ്റ് ലോവർ ഓഫ് കോസ്റ്റ് ആൻഡ് NRV. ഓക്കെ, കോസ്റ്റ് എന്ന് വെച്ചാൽ എന്താ? ബേസിക്കലി പ്രൊഡക്ഷൻ കോസ്റ്റ് ആണ്. കോസ്റ്റിനകത്ത് ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. മെറ്റീരിയൽസ്, ലേബർ കോസ്റ്റ്, ഓവർ ഹെഡ് കോസ്റ്റ്, ഇതൊക്കെയാണ് പ്രൊഡക്ഷൻ കോസ്റ്റിനകത്ത് വരാം. കോസ്റ്റിനകത്ത് എക്സ്ക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങളാണെന്ത്? അബ്നോർമൽ വേസ്റ്റസ്, അതുപോലെ ക്യാരേജ് ഔട്ട്വേർഡ്, നോൺ പ്രൊഡക്ഷൻ കോസ്റ്റ്, എക്സെട്ര. ഓക്കെ അല്ലേ? അപ്പോൾ പ്രൊഡക്ഷനുമായിട്ട് ഡയറക്റ്റ്ലി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ കോസ്റ്റിനകത്ത് വരുള്ളൂ. പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് വരുന്ന കോസ്റ്റാണ് ഇപ്പോൾ സെല്ലിംഗ് കോസ്റ്റ്, മാർക്കറ്റിംഗ് കോസ്റ്റ്, അഡ്മിൻ കോസ്റ്റ്. ഇതൊന്നും എന്ത് ചെയ്യാൻ പാടില്ല? ഇൻവെൻട്രി കോസ്റ്റിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല. അതെന്ത് ചെയ്യണം? നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യണം. അത് നമ്മൾ എന്ത് ചെയ്യും? SOPയിൽ എക്സ്പെൻസ് ചെയ്യാണ് ചെയ്യുക. ഒരിക്കലും എന്ത് ചെയ്യില്ല? ഈ കോസ്റ്റുകളൊന്നും എന്ത് ചെയ്യില്ല? ഇൻവെൻട്രിയുടെ കോസ്റ്റിനകത്ത് ഇൻക്ലൂഡ് ചെയ്യില്ല. ക്ലിയർ? ഓക്കെ അല്ലേ? ഇനി NRV എങ്ങനെ കണ്ടുപിടിക്കുക? സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് ഓഫ് സെല്ലിംഗ്, ദാറ്റ് ഈസ് നമ്മൾ സെല്ലിംഗ് കോസ്റ്റ്, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റോ അല്ലെങ്കിൽ സെല്ലിംഗ് ഏജിന് എന്തെങ്കിലും കമ്മീഷൻ കൊടുക്കുന്നുണ്ടോ നോക്കുക. ഇതൊക്കെയാണ് സെല്ലിംഗ് കോസ്റ്റ്. മൈനസ് എനി ഫർദർ റിപ്പയർ ഓർ പ്രൊഡക്ഷൻ കോസ്റ്റ് ടു മേക്ക് ഇറ്റ് സെൽ. ആ അസറ്റ് സെല് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ഫർദർ റിപ്പയർ കോസ്റ്റോ പ്രോസസിംഗ് കോസ്റ്റോ വരുന്നുണ്ടെങ്കിൽ അത് മൈനസ് ചെയ്യണം. അത് മൈനസ് ചെയ്തിട്ട് വരുന്ന നെറ്റ് എമൗണ്ട് ആണ് NRV. ഓക്കെ അല്ലേ? ക്ലിയർ? മനസ്സിലാക്കുക, ദ കോസ്റ്റ് വിൽ ബി greater than NRV if there is a damaged or obsolete goods ട്ടോ. ഇതിനാണ് സാധ്യതയുള്ളത് കേട്ടോ. അല്ലാത്ത കേസിൽ നോർമൽ കേസ് ആണെങ്കിലും സംഭവിക്കും. നോർമൽ കേസാണെന്ന് വിചാരിച്ചോ, എന്തായിരിക്കും? കോസ്റ്റ് വിൽ ബി ലോവർ ദാൻ NRV. അതുകൊണ്ടാണ് കമ്പനി എന്ത് ചെയ്യുന്നത്? നോർമലി എന്ത് ചെയ്യുന്നത്? എല്ലാ ഇൻവെൻട്രീസും കോസ്റ്റിൽ റെക്കോർഡ് ചെയ്യുന്നത്. കാരണം അതായിരിക്കും കുറവുണ്ടാവാം. പക്ഷേ സ്പെഷ്യൽ കേസസ് ആയിട്ടുള്ള ഡാമേജ്, ഓബ്സൊലീറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യും? കോസ്റ്റ് വിൽ ബി ഗ്രേറ്റർ ദാൻ NRV. അപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ കോസ്റ്റിൽ ഇൻവെൻട്രി എന്ത് ചെയ്യണം? NRVയിലോട്ട് റൈറ്റ് ഡൗൺ ചെയ്യണം. ഓക്കെ, അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? റെഗുലർലി റിവ്യൂ ചെയ്തിട്ട് എന്ത് ചെയ്യണം? ആൻഡ് അപ്ഡേറ്റഡ്. കാരണം ഈ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുക? ഇൻവെൻട്രിയുടെ കോസ്റ്റിംഗ് ചെയ്യുക. അപ്പോൾ അത് കൃത്യമായിട്ട് റെഗുലർലി റിവ്യൂ ചെയ്തിട്ടില്ല, അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? FSനകത്ത് ഇൻവെൻട്രി കോസ്റ്റിൽ വാല്യുവേഷൻ ഉണ്ടാവും. സോറി, വാല്യുവേഷൻ അല്ല, വാല്യുവേഷനിൽ മിസ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാവും. ഓക്കെ അല്ലേ? പിന്നെ അടുത്തൊരു കാര്യമാണ് റവന്യൂ. റവന്യൂവിൽ മനസ്സിലാക്കുക, സിമ്പിളായിട്ട് മനസ്സിലാക്കുക, IFRS 15 മനസ്സിലാക്കുക. നമ്മൾ റവന്യൂ എപ്പോഴാണ് റെക്കഗ്നൈസ് ചെയ്യേണ്ടത്? ഒരു കമ്പനി റവന്യൂ എപ്പോഴാണ് റെക്കഗ്നൈസ് ചെയ്യേണ്ടത്? എപ്പോഴാണ്? ക്യാഷ് കിട്ടുമ്പോഴാണോ? ആണോ? എപ്പോഴാണ് കമ്പനി റവന്യൂ റെക്കഗ്നൈസ് ചെയ്യേണ്ടത്? ക്യാഷ് കിട്ടുമ്പോഴാണോ? എപ്പോഴാണ്? പെർഫോമൻസ് ഒബ്ലിഗേഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ്. ക്യാഷ് എന്ന് മാറ്റാം, അല്ലെങ്കിൽ അത് കണ്ടിട്ട് ക്യാഷ് എന്ന് പറയും. ഓക്കെ, എപ്പോഴാണ് റവന്യൂ റെക്കഗ്നൈസ് ചെയ്യേണ്ടത്? നമ്മൾ റവന്യൂവിൽ ആ ഐറ്റം റെക്കോർഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? പെർഫോമൻസ് ഒബ്ലിഗേഷൻ സാറ്റിസ്ഫൈ ചെയ്താലാണ്. ദാറ്റ് മീൻസ് കമ്പനിക്ക് പൈസ കിട്ടിയോ ഇല്ലയോ എന്ന് നമ്മൾ എന്ത് ചെയ്യണ്ട? നോക്കണ്ട. പെർഫോമൻസ് ഒബ്ലിഗേഷൻ സാറ്റിസ്ഫൈ ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും? റവന്യൂ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? ഓക്കെ, ആൻഡ് രണ്ട് കേസ് വരാം. അഡ്വാൻസ് റവന്യൂ ഉണ്ട്. അഡ്വാൻസ് റവന്യൂ ഉണ്ടെങ്കിൽ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് എന്താ? അഡ്വാൻസ് റവന്യൂ ആണെങ്കിൽ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് എന്താണ്? ഡെബിറ്റ്. നമുക്ക് ക്യാഷ് കിട്ടും. ക്രെഡിറ്റ് എന്ത് ചെയ്യണം? റവന്യൂലാണ് കാണിക്കുക? അല്ല, എന്ത് ചെയ്യണം? ഡെഫേർഡ് ഇൻകത്തിലാണ് കാണിക്കുക കേട്ടോ. ഡെഫേർഡ് ഇൻകം അക്കൗണ്ടിലാണ് കാണിക്കുക. ഡെഫേർഡ് ഇൻകം എന്ന് വെച്ചാൽ ഒരു കറണ്ട് ലയബിലിറ്റി ആയിരിക്കും. ക്ലിയർ? ആൻഡ് റവന്യൂ റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ എൻട്രി എന്താണ്? റവന്യൂ റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ എൻട്രി എന്താണ്? റവന്യൂ റെക്കഗ്നൈസ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ഡെബിറ്റ് ക്യാഷ് ഓർ റവന്യൂ റിസീവബിൾസ്. ചിലപ്പോൾ ക്രെഡിറ്റ് സെയിൽസ് ആയിരിക്കാം. അപ്പോൾ ഡെബിറ്റ് ചെയ്യുക. ക്രെഡിറ്റ് എന്താണ്? നമ്മൾ റവന്യൂ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യാം. ക്ലിയർ ആണല്ലോ? ഇതിന് ഡിഫറൻസ് മനസ്സിലാക്കാം. അപ്പോൾ പെർഫോമൻസ് ഒബ്ലിഗേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വരുമാനം കിട്ടുകയാണ്. ദാറ്റ് മീൻസ് പൈസ കിട്ടുകയാണ്. അതാണ് അഡ്വാൻസ് റവന്യൂ, അഡ്വാൻസ് ക്യാഷ് എന്ന് പറയുന്നത്. അഡ്വാൻസ് ആയിട്ട് ക്യാഷ് കിട്ടുകയാണ്. അപ്പോൾ എന്ത് ചെയ്യണം? എന്തായാലും ക്യാഷ് കിട്ടിയല്ലോ, അപ്പോൾ കമ്പനി അത് റെക്കോർഡ് ചെയ്യണം. എങ്ങനെ റെക്കോർഡ് ചെയ്യണം? ഡെബിറ്റ് ക്യാഷ്, ക്രെഡിറ്റ് ഡെഫേർഡ് ഇൻകം. ബിക്കോസ് ക്യാഷ് അഡ്വാൻസ് ആയിട്ട് കിട്ടുന്നുണ്ട്. ആ സമയത്ത് റവന്യൂ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചോ? നിങ്ങൾക്ക് ക്യാഷ് കിട്ടുന്നുണ്ടോ ഉണ്ടെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ ഇല്ല, രണ്ടു കേസുണ്ട്. അപ്പോൾ റവന്യൂ റെക്കഗ്നൈസ് ചെയ്യണം. അപ്പോൾ എൻട്രി എന്താ? ഡെബിറ്റ് ക്യാഷ്. ക്യാഷ് കിട്ടുന്നത് ഡെബിറ്റ് ക്യാഷ്, അല്ലെങ്കിൽ ക്രെഡിറ്റ് ആണെങ്കിൽ ഡെബിറ്റ് റിസീവബിൾസ്, ക്രെഡിറ്റ് റവന്യൂ. ഓക്കെ അല്ലേ? ഇത്ര മനസ്സിലാക്കി വെക്കാം. അത്ര മതി റവന്യൂവിൽ. ദെൻ നെക്സ്റ്റ് വൺ ഇസ് പ്രൊവിഷൻ. IAS 37 പ്രൊവിഷൻ. പ്രൊവിഷനിൽ മനസ്സിലാക്കുക, എന്ത് ചെയ്യാം?
നമ്മൾ പ്രൊവിഷൻ എപ്പോഴാണ് റെക്കഗ്നൈസ് ചെയ്യേണ്ടത്? 3 കണ്ടീഷൻസ് ഉണ്ട്. എന്താണ്? പ്രസൻറ്റ് ഒബ്ലിഗേഷൻ ഉണ്ടായിരിക്കണം, പ്രോബബിൾ എക്കണോമിക് റീസോഴ്സോ പ്രോബബിൾ ഔട്ട്ഫ്ലോ ഓഫ് റീസോഴ്സസ്, ആൻഡ് തേർഡ് വൺ കോസ്റ്റ് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റുന്ന റിലയബിളി ആയിട്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ബുക്സിനകത്ത് പ്രൊവിഷൻ റെക്കോർഡ് ചെയ്യണം. എങ്ങനെ പ്രൊവിഷൻ റെക്കോർഡ് ചെയ്യുക? എങ്ങനെ റെക്കോർഡ് ചെയ്യേണ്ട പ്രൊവിഷൻ? അതിൻ്റെ സിമ്പിൾ കാര്യം പറഞ്ഞുതരാം. ഇപ്പോൾ ഇങ്ങനെ മനസ്സിലാക്കാം. നമ്മൾ ഈ പ്രോബബിലിറ്റി ഉണ്ടല്ലോ, നമുക്കൊരു കോർട്ട് കേസ് ഉണ്ടെന്ന് വിചാരിച്ചോ. നമ്മുടെ കമ്പനിക്കെതിരെ ഒരു കോർട്ട് കേസ് ഉണ്ട്. അപ്പോൾ കോർട്ട് കേസ് ഉണ്ടെങ്കിൽ നമ്മൾ കേസിൽ ജയിക്കോ തോൽക്കോ അതിൻ്റെ ബേസിസിലാണ് എന്ത് ചെയ്യുക? അതിൻ്റെ പ്രോബബിലിറ്റിൻ്റെ ബേസിസിലാണ് എന്ത് ചെയ്യുക? നമ്മൾ പ്രൊവിഷൻ ആണോ കണ്ടീജന്റ് ലയബിലിറ്റി ആണോ കണ്ടീജന്റ് അസറ്റ് ആണോ തീരുമാനിക്കുക. ഓക്കെ അല്ലേ? അസ്യൂം ദാറ്റ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒബ്ലിഗേഷൻ ആട്ടോ. ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നതാണ് ഒബ്ലിഗേഷൻ ആണ്. ക്ലിയർ ആണല്ലോ? ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒബ്ലിഗേഷൻ എന്ന് വെച്ചാൽ ഒരു ലയബിലിറ്റിയാണ് വരാൻ സാധ്യതയുള്ളത്. ദാറ്റ് മീൻസ് നമുക്കെതിരെ എന്ത് ചെയ്തിട്ടുണ്ട്? ആരോ കേസ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഫസ്റ്റ് കേസ്. സെക്കൻഡ് കേസ് എന്താണ്? നമ്മൾ ആർക്കെതിരെയോ കേസ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യും? കേസിൽ ജയിച്ചാൽ നമുക്ക് ഇങ്ങോട്ട് കോമ്പൻസേഷൻ കിട്ടും. ക്ലിയർ ആണോ? അതാണ് രണ്ടാമത്തെ കേസ്. അതാണ് ഇൻഫ്ലോ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഫസ്റ്റ് കേസിൽ വെർച്വലി സെർട്ടൻ ആയിക്കോട്ടെ, പ്രോബബിൾ ഒബ്ലിഗേഷൻ ആയിക്കോട്ടെ, നമ്മുടെ ഔട്ട്ഫ്ലോൻ്റെ കേസിൽ എന്ത് ചെയ്യണം? നമ്മൾ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണം. ക്ലിയർ ആണല്ലോ? പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. മേക്ക് സെൻസ്? അപ്പോൾ എൻട്രി എന്താ? ഡെബിറ്റ് എക്സ്പെൻസ് ക്രെഡിറ്റ് പ്രൊവിഷൻ. അപ്പോൾ വെർച്വലി സെർട്ടൻ ആയിക്കോട്ടെ, പ്രോബബിൾ ആയിക്കോട്ടെ. അതേ സമയത്ത് പോസിബിൾ ഒബ്ലിഗേഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? അതൊരു കണ്ടീഷൻ ലയബിലിറ്റി ആണ്. അതെന്ത് ചെയ്താൽ മതി? ബുക്സിനകത്ത് എന്ത് ചെയ്താൽ മതി? എഫേഴ്സിനകത്ത് എന്ത് ചെയ്താൽ മതി? ഡിസ്ക്ലോഷറിൽ പോയിട്ട് എന്ത് ചെയ്താൽ മതി? ഡിസ്ക്ലോസ് ചെയ്താൽ മതി. നോട്ട്സിനകത്ത് പോയിട്ട് ഡിസ്ക്ലോസ് ചെയ്താൽ മതി. ക്ലിയർ? റിമോട്ടാണ്. ദാറ്റ് മീൻസ് ലെസ് ദാൻ 20% ആണ് പ്രോബബിലിറ്റി. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? ഡു നത്തിങ്. ഒന്നും ചെയ്യണ്ട. നമ്മൾ 5 സ്റ്റാർ കഴിച്ച പോലെ ഡു നത്തിങ്. ഓക്കെ. അതേ സമയത്ത് ഇൻഫ്ലോ ആണെന്ന് വിചാരിച്ചോ. ദാറ്റ് മീൻസ് നമ്മൾ ആർക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. ആ കേസിൽ നമ്മൾ ജയിക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് കോമ്പൻസേഷൻ കിട്ടും. അപ്പോൾ വെർച്വലി സെർട്ടൻ ആണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ അസറ്റ് റെക്കോർഡ് ചെയ്യണം. എന്ത് ചെയ്യും? ഡെബിറ്റ് കറണ്ട് അസറ്റ് അല്ലേ? നമ്മൾ കറണ്ട് അസറ്റ് ഡെബിറ്റ് ചെയ്യും. ക്രെഡിറ്റ് ഇൻകം SOP ഒരു ഇൻകം ആയിട്ട് കാണിക്കും. ക്ലിയർ ആണല്ലോ? ഓക്കെ. നമ്മൾ SOP കറണ്ട് അസറ്റ് ആയിട്ട് കാണിക്കുക. ഇത് പല എക്സാംസിലും ചോദിച്ചിട്ടുണ്ട്. കറണ്ട് അസറ്റ് ആയിട്ട് കാണിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയും. അതെന്തുകൊണ്ടാണ്? വെർച്വലി സെർട്ടൻ ആണെങ്കിൽ മാത്രമേ കാണിക്കാൻ പറ്റുള്ളൂ. ആ സമയത്ത് പ്രോബബിൾ ഒബ്ലിഗേഷൻ ആണ്. എന്ത് ചെയ്യണം? അപ്പോൾ എന്ത് ചെയ്യണം? കണ്ടീജന്റ് അസറ്റ് ഡിസ്ക്ലോസ് ചെയ്താൽ മതി. വേറെ ഒന്നും ചെയ്യേണ്ട. ആ സമയത്ത് പോസിബിൾ അസറ്റ് ആണ്. അസറ്റ് പോസിബിൾ ആണ്. പോസിബിൾ ആണ് എന്ത് ചെയ്യണം? ഡു നത്തിങ്. ക്ലിയർ ആണല്ലോ? ഇതിനെ വിളിക്കുന്ന പേരാണ് കണ്ടീജന്റ് അസറ്റ്. ഓക്കെ അല്ലേ? ഓക്കെ. ഇതിനെ വിളിക്കുന്ന പേരാണ് കണ്ടീജന്റ് അസറ്റ് എന്ന് പറയും. കണ്ടീജന്റ് അസറ്റ്. അതേപോലെ റിമോട്ട് ആണെങ്കിൽ എന്ത് ചെയ്യണം? ഡു നത്തിങ്. ക്ലിയർ? അപ്പോൾ ഫസ്റ്റ് കോളം ഇസ് റിഗാർഡിംഗ് ദ ഔട്ട്ഫ്ലോ ലയബിലിറ്റി ആണ്. സെക്കൻഡ് കേസ് എന്താണ്? അസറ്റ് ആണ്. നമുക്ക് ഇങ്ങോട്ട് പൈസ കിട്ടാനാണ്. അപ്പോൾ ഇതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ഇതാണ്. ഇത് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ. ദെൻ ഇൻടാഞ്ചിബിൾ അസറ്റ് ആണ്. ഇൻടാഞ്ചിബിൾ അസറ്റ് മനസ്സിലാക്കാം. നമുക്ക് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് കോസ്റ്റ് ഉണ്ട് ഇൻടാഞ്ചിബിൾ അസറ്റിൽ. റിസർച്ച് കോസ്റ്റ് ആണെങ്കിൽ എന്ത് ചെയ്യണം? ബേസിക്കലി എന്ത് ചെയ്യണം? അതെ, റിസർച്ച് കോസ്റ്റ് ആണെങ്കിൽ എപ്പോഴും എന്ത് ചെയ്യുക? അത് SOPയിൽ എക്സ്പെൻസ് ചെയ്യാൻ വേണ്ടേ എല്ലാ സിറ്റുവേഷനിലും. അതേ സമയത്ത് ഡെവലപ്മെൻറ്റ് കോസ്റ്റ് ആണെങ്കിൽ എന്ത് ചെയ്യണം? ദർ ആർ സം ക്രൈറ്റീരിയാസ്. പൈറേറ്റ് എന്ന് പറഞ്ഞ ക്രൈറ്റീരിയ ഉണ്ട്. ആ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം? അത് SOPയിൽ ഇൻടാഞ്ചിബിൾ അസറ്റ് ആയിട്ട് ക്യാപിറ്റലൈസ് ചെയ്യണം. ഇനി ക്രൈറ്റീരിയസ് മീറ്റ് ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യണം? അത് SOPയിൽ എക്സ്പെൻസ് ചെയ്യാണ് വേണ്ടത്. ക്ലിയർ ആണല്ലോ? അതും ശ്രദ്ധിക്കുക. ഓക്കെ. അതുപോലെ എന്ത് ചെയ്യണം? ഇൻടാഞ്ചിബിൾ അസറ്റ്സ് എന്ത് ചെയ്യണം? നമ്മൾ യൂസ്ഫുൾ ലൈഫിലോട്ട് എന്ത് ചെയ്യണം? നമ്മൾ അമോർട്ടൈസ് ചെയ്യണം. ഓക്കെ. നമ്മൾ ടാഞ്ചിബിൾ അസറ്റ്സ് നമ്മൾ ഡിപ്രീഷിയേറ്റ് ചെയ്യുന്ന പോലെ ഇവിടെ എന്ത് ചെയ്യണം? ഇൻടാഞ്ചിബിൾ അസറ്റ്സ് എന്ത് ചെയ്യണം? നമ്മൾ അമോർട്ടൈസ് ചെയ്യണം. ഓക്കെ അല്ലേ? യൂസ്ഫുൾ ലൈഫിലോട്ട് അമോർട്ടൈസ് ചെയ്യണം. ഓക്കെ. പിന്നെ വേറൊരു കാര്യം നമ്മുടെ ഇവൻറ്റ്സ് ആഫ്റ്റർ റിപ്പോർട്ടിംഗ് പീരീഡ് ആണ്. ഇവൻറ്റ്സ് ആഫ്റ്റർ റിപ്പോർട്ടിംഗ് പീരീഡിൽ എന്താ പറയുന്നത്? ഇതും എല്ലാവർക്കും കൺഫ്യൂഷനുള്ളൊരു ഏരിയ ആണ്. പലരും ഇതുകൊണ്ടേ തെറ്റിക്കാറുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യും? ഇത് എക്സാമിനർക്ക് അറിയാം. അതുകൊണ്ട് എന്ത് ചെയ്യും? അത് മാത്രമേ ചോദിക്കൂ, അല്ലെങ്കിൽ അത് എപ്പോഴും ചോദിക്കും. അപ്പോൾ ഇവൻറ്റ്സ് ആഫ്റ്റർ റിപ്പോർട്ടിംഗ് ഒന്ന് ഡിസ്കസ് ചെയ്യാം.
ഓക്കെ. സോ ഇവൻറ്റ്സ് ആഫ്റ്റർ റിപ്പോർട്ടിംഗ് പീരീഡ് മനസ്സിലാക്കാൻ ഒരു ട്രിക്ക് ഉണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവൻറ്റ്സ് ആഫ്റ്റർ റിപ്പോർട്ടിംഗ് പീരീഡ് എന്ന് വെച്ചാൽ എന്താ, നമ്മൾ IAS 10 എന്താ പറയുന്നത്, എനി ഇവൻറ്റ്സ് ആഫ്റ്റർ ബിറ്റ്വീൻ ഇയർ എൻഡ് ആൻഡ് FS അപ്രൂവൽ ഡേറ്റ്. ഇയർ എൻഡിൻ്റെയും FS അപ്രൂവൽ ഡേറ്റിൻ്റെയും ഇടയ്ക്ക് സംഭവിക്കുന്ന ട്രാൻസാക്ഷൻസ് ആണെന്ത് ഇവൻറ്റ്സ് ആഫ്റ്റർ റിപ്പോർട്ടിംഗ് പീരീഡ്. അപ്പോൾ ഒന്ന് മനസ്സിലാക്കുക, എന്താണ് നമ്മളിവിടെ ഇയർ എൻഡ് 2023 ആണ്, ആൻഡ് അടുത്തത് ഓൾഡ് റിപ്പോർട്ട് സൈൻ ചെയ്തിട്ട് മാനേജ്മെൻറ്റ് സബ്മിറ്റ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, അതിനുശേഷമാണ് എന്ത് ചെയ്യുക, FS അപ്രൂവ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യും, FS ആൻഡ് ഓൾഡ് റിപ്പോർട്ട് ഇസ് ഇഷ്യൂ ടു ദ പബ്ലിക്. ഇങ്ങനെയാണ് സംഭവിക്കുക. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താ, ഇയർ എൻഡിൻ്റെയും FS അപ്രൂവൽ ഡേറ്റിൻ്റെയും ഇടയ്ക്ക് സംഭവിക്കുന്ന ട്രാൻസാക്ഷൻസിനെയാണ് എന്ത് പറയുക, ഇവൻറ്റ്സ് ആഫ്റ്റർ റിപ്പോർട്ടിംഗ് പീരീഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇത് മാത്രം ഫോക്കസ് ചെയ്യുക, ഈ ഒരു ഗ്യാപ്പ് മാത്രം ഫോക്കസ് ചെയ്യുക. ഇതിന് ശേഷം വരുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുന്നില്ല, ഇവൻറ്റ്സ് ആഫ്റ്റർ റിപ്പോർട്ടിംഗ് പീരീഡിൽ പറയുന്നില്ല. എന്താ ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ 1 ഏപ്രിൽ വരെ അല്ലേ, 1 ഏപ്രിൽ വരെയാണ് ഇവൻറ്റ്സ് ആഫ്റ്റർ റിപ്പോർട്ടിംഗ് പീരീഡ് എന്ന് പറയുന്നത്. ഇതിന് ശേഷം നടക്കുന്ന ട്രാൻസാക്ഷൻസ് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് അതെന്തല്ല, ഇവൻറ്റ്സ് ആഫ്റ്റർ റിപ്പോർട്ടിംഗ് പീരീഡ് അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അത് അഡ്ജസ്റ്റിങ്ങും നോൺ അഡ്ജസ്റ്റിംഗ് ഇവൻറ്റും ആവില്ല. അപ്പോൾ ഈ ഒരു ഗ്യാപ്പ് മാത്രം നോക്കുക, ഇയർ എൻഡ് മുതൽ FS അപ്രൂവൽ ഡേറ്റ്. ഓക്കെ, ഇതിനെയാണെന്ന് പറയുക ഇവൻറ്റ്സ് ആഫ്റ്റർ റിപ്പോർട്ടിംഗ് പീരീഡ്. അപ്പോൾ ഇവൻറ്റ്സ് ആഫ്റ്റർ റിപ്പോർട്ടിംഗ് പീരീഡിൽ ഇവൻറ്റ്സ് 2 ടൈപ്പ് ഉണ്ട്, അഡ്ജസ്റ്റിംഗ് ഉണ്ട്, നോൺ അഡ്ജസ്റ്റിംഗ് ഉണ്ട്. അഡ്ജസ്റ്റിങ്ങിൻ്റെ പ്രത്യേകത എന്താ, അഡ്ജസ്റ്റിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വെച്ചാൽ വളരെ സിമ്പിളാണ്. ഒരു വലിയ കാര്യമായിട്ട് പറയുന്നുണ്ട്, നമുക്ക് സിമ്പിളായിട്ട് നോക്കാം. മനസ്സിലാവണമെങ്കിലും സിമ്പിളായിട്ട് മനസ്സിലാക്കിയാലേ പറ്റുള്ളൂ. അപ്പോൾ എന്താ പറയുന്നത്, അസ്യൂം ദാറ്റ് നമ്മുടെ കറണ്ട് ഇയർ എന്ന് പറയുമ്പോൾ 2023 ആണ്. ഓക്കെ, അപ്പോൾ അവർ പറയുന്നുണ്ട് എന്ത്, ഒരു ട്രാൻസാക്ഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, കണ്ടീഷൻ ഓൾറെഡി എക്സിസ്റ്റിംഗ് അറ്റ് ദ റിപ്പോർട്ടിംഗ് ഡേറ്റ്. 2023 ആണ് നമ്മുടെ കറണ്ട് ഇയർ. കറണ്ട് ഇയറിൽ എന്ത് ചെയ്യണം, ആ കണ്ടീഷൻ എക്സിസ്റ്റ് ചെയ്യണം. ഓക്കെ, എന്നിട്ട് ഇവൻറ്റ്സ് ആഫ്റ്റർ റിപ്പോർട്ടിംഗ് പീരീഡ്, ഇവൻറ്റ്സ് ആഫ്റ്റർ റിപ്പോർട്ടിംഗ് പീരീഡ് എപ്പോഴാണ്, 31 ഡിസംബർ എന്ന് വെച്ചാൽ 1 ജാനുവരി അല്ലേ, 1 ജാനുവരി 2024 ടു 1 ഏപ്രിൽ 2024. ഇതാണ് ഇവൻറ്റ്സ് ആഫ്റ്റർ റിപ്പോർട്ടിംഗ് പീരീഡ്. ഈ ഇവൻറ്റ്സ് ആഫ്റ്റർ റിപ്പോർട്ടിംഗ് പീരീഡിൽ എന്ത് സംഭവിക്കണം, നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു കണ്ടീഷൻ, ഈ കണ്ടീഷനെ പറ്റിയിട്ട് എന്ത് ചെയ്യണം, വി ഷുഡ് ഗെറ്റ് സം അഡീഷണൽ എവിഡൻസ്. ആ കറണ്ട് ഇയറിൽ എക്സിസ്റ്റ് ചെയ്യുന്ന കണ്ടീഷനെ പറ്റിയിട്ട് എന്ത് ചെയ്യണം, നമുക്ക് എന്ത് ചെയ്യണം, ഇവൻറ്റ്സ് ആഫ്റ്റർ റിപ്പോർട്ടിംഗ് പീരീഡിൽ എന്ത് ചെയ്യണം, അഡീഷണൽ എവിഡൻസ് കിട്ടണം. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം, ദിസ് വിൽ ബി ആൻ അഡ്ജസ്റ്റിംഗ് ഇവൻറ്റ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം, അത് 2023 FS പോയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. എങ്ങനെയാണോ ശരിക്കും നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടത് അതേപോലെ എന്ത് ചെയ്യുക, ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. അല്ലാതെ 2024 FS ചെയ്യേണ്ടത്. ശ്രദ്ധിക്കുക, 2024 സംഭവിക്കുന്നത്. പക്ഷേ ഇത് അഡ്ജസ്റ്റിംഗ് ഇവൻ്റ് ആയതുകൊണ്ട് നമ്മൾ കറണ്ട് ഇയർ FS തന്നെ എന്ത് ചെയ്യണം, അഡ്ജസ്റ്റ് ചെയ്യണം. ക്ലിയർ? ഒരു എക്സാമ്പിൾ നോക്കാം. ഒരു കോർട്ട് കേസ് ഉണ്ട്, കോർട്ട് കേസ് വേണ്ട, ഒരു കസ്റ്റമർ ബാങ്ക്രപ്റ്റായി. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ എന്ത് ചെയ്യും, കറണ്ട് ഇയറിൽ എന്ത് നോക്കും, 2023 കറണ്ട് ഇയറിൽ നമ്മൾ എന്ത് നോക്കും, കണ്ടീഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ നോക്കും. കണ്ടീഷൻ എന്താ, നമ്മളെന്ത് നോക്കും, നമ്മൾ കസ്റ്റമേഴ്സ് റിക്കവറബിൾ ആണോ നോക്കില്ലേ. ഇതാണ് കണ്ടീഷൻ എന്ന് പറയുന്നത്. നമ്മളെ കസ്റ്റമർ റിക്കവറബിൾ ആണോ നോക്കുന്നുണ്ട്. അപ്പോൾ അസ്യൂം ദാറ്റ് ഇറ്റ് ഈസ് റിക്കവറബിൾ. അപ്പോൾ എന്തില്ല, റിക്കവറബിൾ ആയതുകൊണ്ട് നോ അലവൻസ്. പക്ഷേ ഇവൻറ്റ്സ് ആഫ്റ്റർ റിപ്പോർട്ടിംഗ് പീരീഡിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാണ്, അഡീഷണൽ എവിഡൻസ് കിട്ടാണ്. കണ്ടീഷൻ മനസ്സിലാക്കുക, കണ്ടീഷൻ എന്ന് വെച്ചാൽ റിക്കവറബിൾ ആണോ എന്നുള്ള കാര്യം കണ്ടീഷൻ. അപ്പോൾ നിങ്ങൾക്ക് കണ്ടീഷനെ പറ്റിയിട്ട് അഡീഷണൽ എവിഡൻസ് കിട്ടാണ്, എന്ത് ചെയ്തിട്ടുണ്ട്, ആ കസ്റ്റമർ ബാങ്ക്രപ്റ്റ് ആയിട്ടുണ്ട്. ക്ലിയർ ആവുന്നുണ്ടോ, ആ കസ്റ്റമർ എന്ത് ചെയ്തിട്ടുണ്ട്, ബാങ്ക്രപ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റിക്കവറബിലിറ്റി എന്ത് ചെയ്തിട്ടുണ്ട്, കറണ്ട് ഇയറിൽ ചെക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ്, ആൾ നീറ്റാണ്, ആൾ റിക്കവറബിൾ ആണ്. പക്ഷേ എന്തോ ഒരു ഫൈനാൻഷ്യൽ ഇഷ്യൂസ് കാരണം എന്ത് ചെയ്തിട്ടുണ്ട്, അയാൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആൾ റിക്കവറബിൾ അല്ല.
ദാറ്റ് മീൻസ് അയാളെന്താണ്, ഹി ഈസ് ഇറിക്കവറബിൾ. അപ്പോൾ എന്ത് സംഭവിക്കണം, നമ്മൾ എന്ത് ചെയ്യണം, അലവൻസോ അല്ലെങ്കിൽ എന്ത് ചെയ്യണം ഇൻക്രീസ് അലവൻസ് ഓർ ബാഡ് ഡെപ്റ്റ്. ഓക്കെ, ഇത് ഏത് വർഷം ചെയ്യേണ്ടത്, 2024 അല്ല, ബിക്കോസ് ഇത് മനസ്സിലാക്കാത്തൊരു അഡ്ജസ്റ്റിംഗ് ഇവൻ്റ് ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം, ഇത് 2023 FS തന്നെ എന്ത് ചെയ്യണം, ഇത് അഡ്ജസ്റ്റ് ചെയ്യണം, അല്ലാതെ 2024 FSലല്ല. ക്ലിയർ ആണോ? ഇങ്ങനെ മനസ്സിലാക്കുക. അതേപോലെ വേറെ എക്സാമ്പിൾ എടുക്കാം, ഒരു കോർട്ട് കേസ് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലായി എന്ത്, 2023 എന്താണ്, അത് പോസിബിൾ ഒബ്ലിഗേഷൻ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഡിസ്ക്ലോസ് ചെയ്തിട്ടുള്ളൂ അല്ലേ. പോസിബിൾ ഒബ്ലിഗേഷൻ ആണെങ്കിൽ എന്ത് ചെയ്യണം, അത് ഡിസ്ക്ലോസ് ചെയ്താൽ മതി. പക്ഷേ ഇവൻറ്റ്സ് ആഫ്റ്റർ റിപ്പോർട്ടിംഗ് പീരീഡിൽ നോക്കുമ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒബ്ലിഗേഷൻ എന്തായിട്ടുണ്ട്, പ്രോബബിൾ ആയിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, നമുക്ക് അഡീഷണൽ എവിഡൻസ് കിട്ടിയില്ലേ, അപ്പോൾ അതെന്താണ്, അഡ്ജസ്റ്റിംഗ് ഇവൻ്റ് ആണ്. ക്ലിയർ ആണല്ലോ? കാരണം നമ്മൾ കണ്ടീഷൻ നോക്കിയപ്പോൾ എന്താണ്, ഒബ്ലിഗേഷൻ പോസിബിൾ ആയിരുന്നു എപ്പോൾ, 2023. പക്ഷേ 2024 നോക്കുമ്പോൾ ഇവൻറ്റ്സ് ആഫ്റ്റർ റിപ്പോർട്ടിംഗ് പീരീഡിൽ നോക്കുമ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒബ്ലിഗേഷൻ എന്താണ്, പ്രോബബിളായി. അപ്പോൾ അതും അഡ്ജസ്റ്റിംഗ് ഇവൻ്റ് ആണ്. എന്ത് ചെയ്യണം, 2023 എന്ത് ചെയ്യണം, നമ്മൾ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണം. ക്ലിയർ? അപ്പോൾ എല്ലാത്തിൻ്റെയും ബേസ് എന്ന് പറയുന്നത് 2023 എന്ത് ചെയ്യണം, ആ കണ്ടീഷൻ എക്സിസ്റ്റ് ചെയ്യണം. നമ്മൾ ആ കണ്ടീഷനെ പറ്റിയിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. ആ കണ്ടീഷനെ പറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അത് ഇപ്പോൾ ഒബ്ലിഗേഷൻ ഉണ്ടോ നോക്കണം, അല്ലെങ്കിൽ ലിക്വിഡിറ്റി ഇപ്പോൾ നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ കേസിലാണെങ്കിൽ റിക്കവറബിൾ ആണോ നോക്കണം. അതേപോലെ ഇൻവെൻട്രിയുടെ കേസും അങ്ങനെ തന്നെയാണ്. ഇൻവെൻട്രി നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, 2023 എന്ത് ചെയ്യാറുണ്ട്, കോസ്റ്റ് NRV നോക്കാറുണ്ട്. കോസ്റ്റ് NRV നമ്മൾ ടെസ്റ്റിംഗ് ചെയ്യാറുണ്ട്. ഓക്കെ അല്ലേ? പക്ഷേ ഇവൻറ്റ്സ് ആഫ്റ്റർ റിപ്പോർട്ടിംഗ് പീരീഡിൽ മനസ്സിലാക്കുകയാണെന്ത്, NRV എന്ത് ചെയ്തിട്ടുണ്ട്, ഡിക്ലൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കോസ്റ്റ് 2023 നോക്കുമ്പോൾ എന്താണ്, കോസ്റ്റ് വാസ് ലെസ് ദാൻ NRV. അപ്പോൾ എന്ത് ചെയ്തു, ഈ റെക്കോർഡഡ് അറ്റ് കോസ്റ്റ്. ക്ലിയർ അല്ലേ? കോസ്റ്റ് വാസ് ലെസ് ദാൻ NRV. അപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, കോസ്റ്റ് റെക്കോർഡ് ചെയ്തു. പക്ഷേ NRV ഇവൻറ്റ്സ് ആഫ്റ്റർ റിപ്പോർട്ടിൽ എന്ത് ചെയ്തു, NRV ഡിക്ലൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കും, കോസ്റ്റ് വിൽ ബി ഗ്രേറ്റർ ദാൻ NRV. കാര്യം മാറി. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മളത് എന്ത് ചെയ്യണം, ഇത് അഡ്ജസ്റ്റിംഗ് ഇവൻ്റ് ആണ്. അപ്പോൾ എന്ത് ചെയ്യണം, 2023 FSൽ പോയിട്ട് എന്ത് ചെയ്യണം, write down the cost to NRV. ക്ലിയർ ആണല്ലോ? ഇങ്ങനെയാണ് അഡ്ജസ്റ്റിംഗ് ഇവൻറ്റിൻ്റെ അപ്ലിക്കേഷൻ വരിക. അതേ സമയത്ത് നോൺ അഡ്ജസ്റ്റിംഗ് ഇവൻ്റ് ആണെങ്കിൽ എന്ത് ചെയ്യണം, ഇറ്റ്സ് കംപ്ലീറ്റ്ലി ന്യൂ ട്രാൻസാക്ഷൻ. എന്ത് ചെയ്യുന്നില്ല, ആ കണ്ടീഷൻ എന്ത് ചെയ്യുന്നില്ല, ഈ രണ്ടിൽ എക്സ്പെക്ട് ചെയ്യുന്നില്ല. നമ്മൾ ഇപ്പോൾ ഫയർ ആയിക്കോട്ടെ, ഫ്ലഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ പുതിയൊരു ഷെയർ ഇഷ്യൂ ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഒരു കോർട്ട് കേസ് ഉണ്ട്, ആ കോർട്ട് കേസിൻ്റെ ഒബ്ലിഗേഷൻ വരുന്നപ്പോഴാണ്, ഒബ്ലിഗേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിനെപ്പോഴാണ്, ഈ ഇയർ എൻഡിലല്ല, എപ്പോഴാണ്, ഇവൻറ്റ്സ് ആഫ്റ്റർ റിപ്പോർട്ടിംഗ് പീരീഡിലാണ്. ഒരു കേസ് ഉണ്ട്, ആ കേസ് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇവൻറ്റ്സ് ആഫ്റ്റർ റിപ്പോർട്ടിംഗ് പീരീഡിലാണ്. അപ്പോൾ നോക്കുമ്പോൾ എന്താണ്, കറണ്ട് ഇയറിൽ എന്ത് ചെയ്യുന്നില്ല, അതിൻ്റെ കണ്ടീഷൻ എക്സിസ്റ്റ് ചെയ്യുന്നില്ലല്ലോ, ആ ട്രാൻസാക്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ എന്താണ്, അത് നോൺ അഡ്ജസ്റ്റിംഗ് ഇവൻ്റ് ആണ്. ഓക്കെ അല്ലേ? നോൺ അഡ്ജസ്റ്റിംഗ് ഇവൻറ്റിൻ്റെ പ്രത്യേകത എന്താ, എന്ത് ചെയ്യണം, നോൺ അഡ്ജസ്റ്റിംഗ് ഇവൻ്റ് ആണെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ബേസിക്കലി നോൺ അഡ്ജസ്റ്റിംഗ് ഇവൻ്റ് ആണെങ്കിൽ എന്ത് ചെയ്യണം, 2023 FS എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഡിസ്ക്ലോസ് ചെയ്താൽ മതി. അഡ്ജസ്റ്റ്മെൻറ്റ് എവിടെ ചെയ്യേണ്ടത്, 2024 FSലാണ്. അത് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ 2023 FS ആണ് ഓഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നോൺ അഡ്ജസ്റ്റിംഗ് ഇവൻ്റ് ആണെങ്കിൽ ഡിസ്ക്ലോസ് ചെയ്യേണ്ട എവിടെയാണ്, 2023 FSലാണ്. അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് 2024 FSലാണ്. നമ്മളെപ്പോഴും നോക്കേണ്ടത് 2023 FSആണ്. ദാറ്റ് മീൻസ് കറണ്ട് ഇയർ ആണ് നോക്കേണ്ടത്. ക്ലിയർ? അപ്പോൾ ഇത്രയും അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. ക്ലിയർ ആണല്ലോ? തന്നെയല്ലേ? ഓക്കെ. അതുപോലെ വേറൊരു കാര്യം കൂടെ, നമ്മൾ ലോൺ എടുത്തു എന്ന് വിചാരിച്ചോ. ലോൺ എടുത്താൽ എന്ത് ചെയ്യണം, നമ്മൾ ഇൻട്രസ്റ്റ് എക്സ്പെൻസ് എന്ത് ചെയ്യണം, എവിടെ കാണിക്കണം, SOPയിൽ കാണിക്കണം. അതേപോലെ എന്ത് ചെയ്യണം,
നോൺ കറണ്ട് ലയബിലിറ്റി ആൻഡ് കറണ്ട് ലയബിലിറ്റി എന്ത് ചെയ്യണം, കൃത്യമായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. നമ്മൾ IFRS 9 പഠിച്ചൊരു കാര്യമാണ്. ഇതിൽ ഏതെങ്കിലും തെറ്റിക്കഴിഞ്ഞാൽ എന്തായി, മിസ്സ്റ്റേറ്റ്മെൻ്റ് ആയി. ചിലപ്പോൾ ഇൻട്രസ്റ്റ് എക്സ്പെൻസിൽ നിന്നുണ്ടാവും ഇനാക്യുറസി ഉണ്ടാവും, എമൗണ്ട് കറക്റ്റ് ആയിരിക്കില്ല, അപ്പോൾ മിസ്സ്റ്റേറ്റ്മെൻ്റ് ആയി. ആ സമയത്ത് നോൺ കറണ്ട് ലയബിലിറ്റി കറണ്ട് ലയബിലിറ്റി എന്താവില്ല, കൃത്യമായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടാവില്ല, അപ്പോഴും എന്ത് ചെയ്യും, മിസ്സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാവും. ക്ലിയർ ആണല്ലോ. അതേപോലെ വേറെ കാര്യം മനസ്സിലാക്കുക, ഡിസ്ക്ലോഷർ റിക്വയർമെൻറ്റ്സ് ഉണ്ട്. ഏതെങ്കിലും ഡിസ്ക്ലോഷേഴ്സ് കംപ്ലീറ്റ് ആയിട്ടോ കറക്റ്റ് ആയിട്ടോ കൊടുത്തിട്ടില്ലെങ്കിൽ എന്താണ്, ഇറ്റ് ഈസ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെൻറ്റ്. ക്ലിയർ ആണല്ലോ. ഇത്രയേ ഉള്ളൂ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. നമ്മൾ മെയിനായിട്ട് ഇതുവരെ ചോദിച്ച ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ ഇത്രയും അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ എന്തെങ്കിലും അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് നമ്മൾ FRS സ്റ്റാൻഡേർഡ്സ് ചോദിക്കുക, പക്ഷേ ഇതാണ് മെയിനായിട്ട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ ജഡ്ജ്മെൻറ്റ്സ് വെച്ചിട്ട് എന്ത് ചെയ്യുക, എഴുതി വെക്കുക. ക്ലിയർ ആണല്ലോ. എപ്പോഴും നമ്മൾ ജഡ്ജ്മെൻറ്റ്സ്, ചില ക്വസ്റ്റ്യൻസിൽ നമ്മൾ ജഡ്ജ്മെൻറ്റ്സ് യൂസ് ചെയ്യേണ്ടി വരും. കാരണം അതാണ് നമ്മുടെ എക്സാം ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ജഡ്ജ്മെൻറ്റ്സ്, നമ്മുടെ ആപ്ലിക്കേഷൻ നോക്കണം, അല്ല ടെക്സ്റ്റ് ബുക്ക് നോളജ് മാത്രമല്ല. അപ്പോൾ നമ്മുടെ നോളജ് വേണം, പ്ലസ് ചില കേസിൽ എന്ത് ചെയ്യണം, നമ്മൾ ജഡ്ജ്മെൻറ്റ് അപ്ലൈ ചെയ്യണം. അത് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആൻസർ ചെയ്യണം. അങ്ങനത്തെ ക്വസ്റ്റ്യൻസും ഉണ്ടാവും. ഓക്കെ അല്ലേ? ഗുഡ് ലക്ക് ഗൈസ്.